ആൾക്കാരുമായിട്ട് അടികൂടിയിട്ടുണ്ടോ? വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇത് വേണ്ടായിരുന്നു, ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു, ഒഴിവാക്കണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത വാഗ്വാദങ്ങൾ, തർക്കങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ട് ഇത് വേണ്ടായിരുന്നു, നമ്മുടെ മനസ്സിൻ്റെ സ്വൈര്യം കളയുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇത് വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? അതാണ് ഇന്നത്തെ എൻ്റെ ചർച്ചാ വിഷയം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. നമ്മൾ മനുഷ്യർ, നമ്മൾ സോഷ്യൽ ജീവികളാണ്, ജന്തുക്കളാണ്. നമ്മൾ രാവിലെ എണീച്ചത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മൾ ഭാര്യ, ഭർത്താക്കന്മാർ, പിന്നെ കുട്ടികൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കാർ, എസ്പെഷ്യലി നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ചില വീടുകളിലൊക്കെ വളരെയധികം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ കടക്കാർ, സാധനം വാങ്ങിക്കാൻ പോകുന്ന കട, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലോ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ഈ നമ്മൾ ആൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ട്. വഴിയിൽ പോകുമ്പോൾ നമ്മൾ നാട്ടിലെ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്രയോ ആൾക്കാരെ ദിവസം കാണുന്നുണ്ട്. പള്ളിയിലോ ചർച്ചിൽ പോയാലോ അമ്പലത്തിൽ പോയാലോ നമ്മൾ അവിടെയും ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ ജീവികളാണ്. അപ്പോൾ ആൾക്കാരെ കാണുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിനോട് കൂടി അതിൻ്റെ കൂടെ വരുന്ന സംഗതിയാണ് നമ്മുടെ ഡീലിങ്സ് ശരിയായില്ല എങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ പിന്നെ മോശമാണ്. അതായത് നമ്മുടെ ഡീലിങ്സ് ശരിയായില്ലെങ്കിൽ പിന്നെ നമുക്ക് ആൾക്കാരായിട്ടുള്ള ബന്ധം മോശമാവും. ഇവിടെ ഞാൻ പറയാൻ കാരണം, ഞാൻ ഇവിടെ അമേരിക്കയിൽ വന്നപ്പോൾ ആമസോണിൽ വൺ ഓഫ് ദി ബുക്സ് ആദ്യം വാങ്ങിച്ച ഒരു പുസ്തകമാണ്. ആദ്യം വാങ്ങിച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് ഈ ഡെയിൽ കാർനെഗി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാൾ എഴുതിയൊരു പുസ്തകം. അത് വളരെ വളരെ പോപ്പുലറാണ്. ഇവിടെ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് വിറ്റുപോയിട്ടുള്ള പുസ്തകമാണ്. അതിൻ്റെ ടൈറ്റിൽ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. എങ്ങനെ നമുക്ക് കൂട്ടുകാരെ സമ്പാദിക്കാം, എങ്ങനെ ആൾക്കാരിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം എന്നാണ് ആ ബുക്കിൻ്റെ ടൈറ്റിൽ. ബേസിക്കലി ആ ബുക്ക് അത്ര വലിയ ബുക്കല്ല, പക്ഷെ ആ ബുക്കിനകത്ത് പറയുന്ന കാര്യം, അത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഓരോ സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്, അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ, നമുക്ക് ഈ കൂട്ടുകാരെ സമ്പാദിക്കാൻ സാധിക്കുന്നതും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നതും. നമ്മുടെ ഓരോ ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയിട്ട്, അതിൻ്റെ നമ്മുടെ റിയാക്ഷൻ നോക്കിയിട്ടാണ്, അല്ലേ? ഇവിടെ ഒരു ഖുർആൻ്റെ ഒരു ആയത്ത് കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് സൂറ 17, ഓക്കെ, ബനി ഇസ്രായേൽ എന്ന് പറയുന്ന സൂറ, അതിനകത്ത് പടച്ചവൻ പറയുന്ന ഒരു ആയത്താണ്. ആയത്തിൻ്റെ റെഫറൻസ് 17:53. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പടച്ചവൻ പറയുന്നത് ഖുൽ ലി ഇബാദി യഖൂലു ലത്തി ഹി അഹ്സൻ ഇന്ന ഷൈത്താന യൻസഗു ബൈനഹും ഇന്ന ഷൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. ഇത് 17:53. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ കൂടെ ഒന്ന് കേട്ടോ. നീ എൻ്റെ ദാസന്മാരോട് പറയുക, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. തീർച്ചയായും പിശാച് അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. തീർച്ചയായും പിശാച് മനുഷ്യന് വ്യക്തമായ ശത്രുവാകുന്നു. വളരെ ക്ലിയർ അല്ലേ? വളരെ ക്ലിയറാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, നമുക്കെല്ലാവർക്കും യോജിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആയത്താണ്. വളരെ സിമ്പിളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, വളരെ പ്രാക്ടിക്കലാണ്, യുക്തി നിറഞ്ഞ ഒരു ഖുർആൻ്റെ ആയത്താണ് ഇത്. ഞാൻ ഇവിടെ വരുമ്പോൾ, അതായത് US വരുന്ന സമയത്ത് ഏകദേശം 26 കൊല്ലം മുമ്പ് ഏതോ ഒരു പള്ളിയിൽ, ഇവിടെ ഷാർലറ്റിന് പുറത്തുള്ള ഒരു പള്ളിയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പം അവിടെ ഷെയ്ഖ് ഷമാദി എന്ന് പറഞ്ഞൊരാൾ, ഈ ഗയാന എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ ഒരു കൺട്രിയാണ്, അവിടെ നിന്ന് ഗയാന എന്നുള്ള ഒരു ഷെയ്ഖ് ഷമാദിനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ഒരു ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി.
അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. നമ്മൾ നാട്ടിൽ ഇപ്പം മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും എൻജിനീയറിങ്ങിൻ്റെ ആയാലും പലതരത്തിലുള്ള നമ്മൾ എക്സാമിനേഷൻ കൊടുക്കാൻ പോകുമ്പം ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഒരു ചോദ്യം നമുക്ക് തന്നിട്ട് ആ ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ എ ബി സി ഡി, എന്നിട്ട് അഞ്ചാമത്തേത് നൺ ഓഫ് ദ എബവ്. എ ആണെങ്കിൽ ഇന്നതാണ്, ബി ഇന്നതാണ്, സി ഇന്നതാണ്, ഡി ഇന്നതാണ്, ഇ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഓപ്ഷൻ ഇതൊന്നുമല്ല എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം. അപ്പം ഇദ്ദേഹം അന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ രത്ന ചുരുക്കം എന്ന് വെച്ചാൽ നമ്മളെ ഒരാൾ അഭിസംബോധന ചെയ്ത് എന്തെങ്കിലും പറഞ്ഞ് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു റെസ്പോൺസ് കൊടുക്കണം. ഓക്കെ, ആ റെസ്പോൺസ് നമുക്ക് എ കൊടുക്കാം, അല്ലെങ്കിൽ ബി കൊടുക്കാം, സി കൊടുക്കാം, ഡി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാം, അല്ലേ? അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. ഇത് ഒരു നമ്മുടെ ഈ ജനറലി നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്, മനുഷ്യരുടെ സിസ്റ്റം എന്ന് പറയുന്നത്, എന്നെ ആരെങ്കിലും എന്തും പറഞ്ഞാൽ ഉടനെ തിരിച്ചടിച്ച് പറയണം, അതാണ് ആണത്വം. അല്ലെങ്കിൽ അതാണ് ഞാൻ വളരെ അതായത് കറേജിയസ് ആണ്, അല്ലെങ്കിൽ എന്നെ അടുത്ത് കളിക്കരുത്, ഞാൻ ഒരു അടി അടിച്ചാൽ 2 അടിച്ച് തിരിച്ചടിക്കും എന്നുള്ളതാണ് നമ്മുടെ നാട്ടു നടപ്പ്. അങ്ങനെയാണ് എല്ലാവരും അധികം ആൾക്കാരും ചെയ്യുക. പക്ഷേ യുക്തിയുള്ള ആൾക്കാർ, ബുദ്ധിയുള്ള ആൾക്കാർ, അവർ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോഴും അവിടെ ഈ പറഞ്ഞ എ ബി സി ഡി, അതായത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിനക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് എനിക്ക് റിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ റിപ്ലൈ ചെയ്യാം, താങ്കൾ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പഠിച്ചിട്ട് സംസാരിക്കണമെന്ന് പറയാം. ഇങ്ങനെ പല രീതിയിൽ ഒരു സെയിം മെസ്സേജ് തന്നെ എനിക്ക് കൊടുക്കേണ്ട മെസ്സേജ് എനിക്ക് പല രീതിയിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ പടച്ചോൻ പറഞ്ഞ കാര്യം നോക്കിയാൽ, പടച്ചോൻ പറഞ്ഞത് കുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ, അതായത് എൻ്റെ അടിമകളോട് പറയുക, ഓക്കെ, അവർ നല്ല വാക്കുകൾ സംസാരിക്കട്ടെ. ഓക്കെ, നീ എൻ്റെ ദാസന്മാരോട് പറയുക അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന് തീർച്ചയായും പിശാച് അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കും. തീർച്ചയായും പിശാച് മനുഷ്യന് വ്യക്തമായി ശത്രുവാകുന്നു. ഇത് ശരിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട് അയാളുടെ ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകും. എനിക്ക് നല്ല രീതിയിൽ നല്ല സൗമ്യമായിട്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് എനിക്കൊരു റെസ്പോൺസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ നല്ല വാക്കുകൾ ഉപയോഗിച്ച് പറയാൻ സാധിച്ചാൽ അയാൾക്ക് പിന്നെ അയാളുടെ ആ ചൂട്, അല്ലെങ്കിൽ അയാളെ പിന്നെ അയാൾ ചൂടാകത്തില്ല, മനസ്സിലായില്ലേ? അയാൾ തണുക്കും. പിന്നെ നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അയാളായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് നന്നാവും. ഇതാണ് നമ്മൾ കാണുക. അപ്പം ഇത് നമുക്കൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. നമ്മൾ എല്ലാ ദിവസവും പല തരത്തിലുള്ള ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ശ്രദ്ധിച്ചാൽ, ഈ ഒരു സംഗതി നമ്മൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നമ്മുടെ വീട്ടിനകത്ത് സ്വൈര്യം ഉണ്ടാവും. ഇതിപ്പം നമ്മൾ ഹസ്ബൻഡ് വൈഫ് ലൈഫിനകത്ത് ഇവിടെയും ഇതിപ്പോൾ നമ്മൾ പുറത്തു പോകുന്ന, അല്ലെങ്കിൽ പുറത്തു പോയിട്ട് നമ്മുടെ ആൾക്കാരെ കാണുമ്പോഴുള്ള റെസ്പോൺസ് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ വൈഫ് നമ്മുടെ അടുത്ത് എന്തെങ്കിലും വന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ്, ഇതിന് റെസ്പോൺസ് ഒന്നുകൂടെ ആലോചിച്ച് ഒരു 10 സെക്കൻഡ് സമയം എടുത്ത് ഒന്ന് ആലോചിച്ച് അതിന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു റിപ്ലൈ കൊടുക്കാൻ സാധിച്ചാൽ സംഗതികളെല്ലാം മാറും. പിന്നെ നമ്മുടെ ലൈഫിൽ സന്തോഷവും സുഖവും സമാധാനവും നമ്മുടെ വീട്ടിലുണ്ടാവും. ഈ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പടച്ചവൻ ഇവിടെ പറഞ്ഞ പോലെ ഈ സാത്താൻ്റെ ഏറ്റവും വലിയ ടൂളെന്ന് പറയുന്നത് വൺ ഓഫ് ദ ടൂൾസ് നമ്മുടെ നാവാണ്. നമ്മുടെ നാവിന് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ പോക്കാണ്. നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കയറി വന്ന് പലതരത്തിലുള്ള എൻ്റെ തോന്നിവാസം സംസാരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ബെല്ലും ബ്രേക്കും ഇല്ലാതെ നാവ് ഞാൻ ഉപയോഗിച്ച് റെസ്പോൺസ് ചെയ്യുന്നു വിചാരിക്കാം. ഒരു പക്ഷേ എനിക്ക് ശക്തി ഉണ്ടാവും, എൻ്റെ കയ്യിൽ കാശുണ്ടാവും, എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഞാൻ പറയും. പക്ഷേ പതുക്കെ അതിൻ്റെ ഇഫക്റ്റ് എൻ്റെ മുമ്പിൽ വരും. അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ വെറുക്കാൻ തുടങ്ങും.
പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും ഞാൻ വരും. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നല്ല കമ്പാനിയൻഷിപ്പ് വേണം. അത് വീട്ടിലും വേണം, പുറത്തും വേണം, എല്ലായിടത്തും വേണം. അതിന് നമ്മുടെ നാവ് നമുക്ക് കൺട്രോൾ ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ സമാധാനം വരും, നമ്മുടെ വർക്ക് പ്ലേസിൽ, അതായത് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ സമാധാനം വരും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനം വരും, നമ്മുടെ പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ചർച്ചിൽ പോയാലും അവിടെ സമാധാനം ഉണ്ടാവും. ആൾക്കാർക്ക് നമ്മളെ കണ്ടാൽ ഒളിച്ചോടാനുള്ള അല്ലെങ്കിൽ മാറിപ്പോകാനുള്ള ആ ടെൻഡൻസി വരാതെ നമ്മളെ കാണാനും, നമ്മളെ കണ്ടാൽ അവർക്ക് സിൻസിയറായിട്ട് അവരുടെ ഉള്ളിൽ ആ സന്തോഷവും അവരുടെ മുഖത്തും കാണാൻ സാധിക്കും. കാരണം അവർക്കറിയാം നമ്മൾ വളരെ സൗമ്യനാണ്, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും, നമ്മളെപ്പോഴും നല്ല രീതിയിലുള്ള നല്ല വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരാളാണ് എന്ന് അവർക്കറിയാമെങ്കിൽ നമ്മുടെ അടുത്ത് അവരുടെ ട്രീറ്റ്മെൻറ്റ് വളരെ വ്യത്യാസമായിരിക്കും. അത് നമ്മുടെ ലൈഫിൽ വളരെയധികം നമുക്ക് ഗുണം ചെയ്യും, നമ്മുടെ ലൈഫും സമാധാനത്തിലായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ മെസ്സേജ്. പക്ഷേ ഇതൊരു പ്രൊഫൗണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അത് നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.